അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 14 വാക്യം. പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന ഏവർക്കും ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. അബ്രഹാം ഇസാക്കുമായി ഹോമയാഗത്തിന് വിറക് കീറിയെടുത്തുകൊണ്ട് മോരിയ മലയിലേക്ക് യാത്രയായി. ആ യാത്രയിൽ മോരിയ മല കയറുമ്പോൾ പല ചോദ്യങ്ങൾ അബ്രഹാമിൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി കാണും. അതിനിടയിൽ തൻ്റെ മകനൊരു ചോദ്യം അബ്രഹാമിനോട് ചോദിക്കുന്നു: ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാം തൻ്റെ വേദന കടിച്ചമർത്തി പറഞ്ഞു: മകനെ, ദൈവം നോക്കിക്കൊള്ളും. The Lord will see to it. അബ്രഹാമിൻ്റെ 100-ാം വയസ്സിലും സാറയുടെ 90-ാം വയസ്സിലും ലോകപരമായിട്ട് നോക്കിയാൽ അസാധ്യമെന്ന് പറയുന്ന സമയത്ത് ദൈവം അവർക്കായി അസാധ്യത്തെ സാധ്യമാക്കി കൊടുത്തു. ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ അവർക്കൊരു മകനെ ദാനം നൽകി. എന്നാൽ ഉൽപ്പത്തി 22 ദൈവം അബ്രഹാമിന് ഒരു പരീക്ഷ നൽകി. ഇംഗ്ലീഷ് ബൈബിൾ പഠിക്കുമ്പോൾ അവിടെ 3 സിമ്പിൾ വേർഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി 22:2 ടേക്ക്, ഗെറ്റ് ആൻഡ് ഓഫർ ഹിം. എന്തിനു വേണ്ടിയാണ് ഹോമയാഗം കഴിക്കേണ്ടതെന്ന് പറയുന്നതേ ഇല്ല. ദൈവത്തിൻ്റെ ഈ പരീക്ഷയുടെ ശബ്ദം കേട്ടപ്പോൾ അബ്രഹാം വേദനിച്ചു കാണും. പ്രിയരെ, നാം ആയിരുന്നു അബ്രഹാമിൻ്റെ സ്ഥാനത്തെങ്കിൽ നമ്മുടെ ഫീലിംഗ് എന്തായിരിക്കും? ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായി തീരുകയില്ലേ? ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം സംശയിക്കുന്നവരായി തീരുകയില്ലേ? എന്നാൽ അബ്രഹാം പരിപൂർണമായി അനുസരിച്ചു. വിശ്വാസത്താൽ ആ പരീക്ഷയെ നേരിട്ടു. പരീക്ഷ എന്നത് ഇസാക്കിനെ അബ്രഹാമിൽ നിന്ന് എന്നേക്കുമായി എടുത്തു മാറ്റുമെന്നൊരർത്ഥമില്ല. പിന്നെയോ അബ്രഹാമിൻ്റെ വിശ്വാസത്തെയും സ്നേഹത്തെയും പരീക്ഷിക്കുന്നതായിട്ടുള്ളൊരു അനുഭവം. എന്നാൽ ചോദ്യം ചെയ്യാത്ത അനുസരണത്താൽ അബ്രഹാം ആ പരീക്ഷയിൽ വിജയിച്ചു. അബ്രഹാമിന് അറിയാം, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. പിന്നെയോ ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. മരിച്ചവനെ ഉയർപ്പിക്കുവാൻ കഴിയുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വരുത്തുവാൻ കഴിയുന്നവൻ എന്നെ പരീക്ഷിച്ചാലും പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഒരുക്കുമെന്ന് അബ്രഹാമിന് നന്നായി അറിയാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ അബ്രഹാമിന് വേണ്ടി ദൈവം കരുതിയ കരുതലിനെ നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാമിൻ്റെ വാക്കുകൾ: മൈ സൺ, ഗാഡ് വിൽ പ്രൊവൈഡ് ഫോർ ഹിംസെൽഫ് ദ ലാം. എൻ്റെ മകനെ, ദൈവം തനിക്കായി ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. അതുപോലെ ദൈവം കരുതി. അപ്പോൾ അബ്രഹാം യഹോവയ്ക്കൊരു പേരിട്ടു: യഹോവ ഈരെ, കരുതുന്ന ദൈവം. അബ്രഹാമിനൊരു ഉറപ്പുണ്ടായിരുന്നു: എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ, വയലിലെ താമരയെ ചമയിപ്പിക്കുന്നവൻ, അവയേക്കാൾ വിശേഷതയുള്ള തൻ്റെ മക്കൾക്ക് വേണ്ടി എത്രയധികം കരുതുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്. പ്രിയരെ, നാം പ്രയാസവും പ്രതിബന്ധവും വേദനകളും ഒക്കെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തിൻ്റെ കരുതൽ എങ്ങനെയെന്നോ എപ്രകാരമെന്നോ നമുക്കറിയത്തില്ല. എന്നാൽ ഒന്നറിയാം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് അവസാനത്തോളം നടത്തുവാൻ ശക്തനാണ്. നമ്മെ വഴിയിലിട്ടേച്ചു പോകത്തില്ല. വലം കൈ പിടിച്ച് നടത്തുവാൻ അവൻ നമ്മോട് കൂടെയുണ്ട്. തക്ക സമയത്ത് അവിടുത്തെ കരുതൽ നമുക്ക് പ്രാപിക്കാം. അതനുഭവിച്ച് മുന്നേറാം. ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിൽ തന്നെ വിലയേറിയ ചിന്തകൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. അബ്രഹാമിന് വേണ്ടി കരുതിയ ദൈവത്തെ, അബ്രഹാമിനെ സ്നേഹിച്ച ദൈവത്തെക്കുറിച്ച് കേൾക്കുവാൻ തന്നെ കൃപകൾക്കായ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് ഇന്ന് യഹോവയായി കൂടെയുള്ളതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കരുതലുകൾ ഓരോ നിമിഷവും അനുഭവിപ്പാൻ തരുന്ന കൃപകൾക്കായ സ്തോത്രം. മഹാമാരിയുടെ നടുവിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടെ ഇവിടങ്ങളായി കരുതുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാണ്. ആരെങ്കിലും ഏതെങ്കിലും പ്രയാസത്തിന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഇന്നത്തെ പ്രഭാതം അവർക്ക് വിടുതലായി തീരുവാൻ, സൗഖ്യമായി തീരുവാൻ, അത്ഭുതമായി തീരുവാൻ കൃപ ചെയ്താട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാൽ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ?
അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടു